മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന വഴിയോരങ്ങൾ മുഴുവനും പ്രകമ്പനം കൊണ്ടുമാ പോകുമാറ് ഉച്ച ശബ്ദമാണ്, ആരോഗ്യമാണ്, തൻ്റെ ഇടമാണ്, ഉയരമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് എല്ലാവർക്കും വലിയ ഭയമായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആരംഭപ്പൂവിന്റെ ഹൃദയം കവർന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. പിന്നെ അവിടെ അങ്ങോട്ട് എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു കരയാത്ത രാത്രി ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാ ചിന്തിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാ ആരുടെ മുന്നിലും കരയാത്ത, അടിവതറാത്ത ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെ കരയാതെ ഉറങ്ങിയിട്ടില്ല? എന്തുകൊണ്ടാണ്? എൻ്റെ മരണം എങ്ങനെയാകുമല്ല, എൻ്റെ മരണം എങ്ങനെയാകുമല്ല? എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ മിത്നി ഫീ ബലദി റസൂലില്ലാഹ്. പടച്ചവനെ, നിന്റെ മുത്തിന്റെ നാട്ടിലല്ലാതെ എന്നെ മരിപ്പിക്കല്ല റബ്ബേ. പേടിയായിരുന്നു. പല ആവശ്യങ്ങൾക്ക് വേണ്ടി മദീന വിട്ടു പുറത്തു പോകുമ്പോൾ മദീനയുടെ മണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുമായിരുന്നു. ഞാൻ മദീനക്ക് പുറത്തായിരിക്കുന്ന സമയത്തെങ്ങാണ് മരിച്ചു പോകുമോ റബ്ബേ? രണ്ട് ആഗ്രഹമാണ് പ്രാർത്ഥനയിൽ കൂടുതലും പറഞ്ഞത്. ഒന്നെനിക്ക് ഷഹീദായി മരിക്കണം അല്ലാ, രണ്ടെനിക്ക് മദീനത്ത് മരിക്കണം അല്ലാ. ആ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിൽ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ വിശലിദ്ധമായ കടാര കൊണ്ട് കുത്തി കുടല് പുറത്തു ചാടി മസ്ജിദ് നബവിക്കകത്ത് കിടന്നുകൊണ്ട് ഷഹീദായ ഭാഗ്യമാണ് അല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിരുന്നത്. ആഖിറമോർത്തപ്പോ, മരണമോർത്തപ്പോ, സ്വർഗം കണ്ടു മരിക്കണമെന്ന് കൊതിച്ചപ്പോ ദുനിയാവിന്റെ എല്ലാ മോഹങ്ങളും മറന്നുപോയി. 14 കഷണം വസ്ത്രം തുന്നിക്കെട്ടിയ 14 കഷണമായി കീറി തുന്നപ്പെട്ട വസ്ത്രം കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മതപഠനശാലയിലേക്ക് പോയത്. 14 കഷണം. ഹദീസിൽ മുഹദ്ദിസീങ്ങൾ അങ്ങനെ തന്നെ പറയാണ്, 14 കഷണം. അതായത് ഒരു ഭാഗം കീറി അവിടെ വെട്ടിത്തച്ച്, അടുത്ത ഭാഗം കീറി അവിടെ വെട്ടിത്തച്ച്, അങ്ങനെ 14 കഷണം. ഖലീഫ, രാജ്യത്തിൻ്റെ ഖലീഫയുടെ മകൻ. അപ്പോ പരാതി എത്തിയവിടെ, മോശമല്ലേ? തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി പോലും സങ്കടം പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മകനെ വിടാൻ പറ്റുക? കൂട്ടുകാര്, സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർക്ക് കത്തെഴുതുകയാണ്, 1 വർഷം കൊണ്ട് ഞാൻ പണം തിരിച്ചടച്ചുകൊള്ളാം, 1 വർഷം കൊണ്ട് പണം തിരിച്ചടച്ചുകൊള്ളാം. എൻ്റെ മകന് നല്ലൊരു വസ്ത്രം വാങ്ങാൻ കുറച്ച് നാണയത്തൊട്ട് കടം തരുമോ? തൻ്റെ കുടുംബത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്, കൂടെയുള്ളവരുടെ നിർബന്ധം കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി ചോദിച്ചതാണ്, 1 വർഷം കൊണ്ട് തിരികെ അടച്ചുകൊള്ളാം, എൻ്റെ പൊന്നുമോന് നല്ലൊരു വസ്ത്രം വാങ്ങാനാണ്. ആ സമയത്ത് ഗവർണർ തിരിച്ചു ചോദിച്ചു, 1 വർഷം മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ? അടുത്ത 1 വർഷം പൂർണ്ണമാകുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ? ആരായിരിക്കും അത് മടക്കി തരിക? ഗവർണർക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഖലീഫയല്ലേ? ചോദിച്ചില്ല. നിങ്ങൾ ഖലീഫയല്ലേ? നിങ്ങൾ ഉമറല്ലേ? അതുകൊണ്ട് ചോദിച്ചാ തരണമെന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല. ഇന്ന് ഭരണം നടത്തുമ്പോ അധികാരി വർഗം, കുടുംബക്കാരാണെങ്കിൽ അഴിമതി, തൻ്റെ അടുപ്പത്ത് നിന്ന് പോലും അഴിമതി കാണിക്കുന്ന ഈ കാലഘട്ടത്തില് ബന്ധുക്കളാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്ന കാലഘട്ടത്തില് അല്ലാഹുവേ, തന്റെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഗവർണർ തിരിച്ചു ചോദിക്കുകയാണ്, ഈ പണം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ, അടുത്ത 1 വർഷത്തിനകത്ത് നിങ്ങൾ മരിച്ചു പോയാലോ, ഞാൻ എങ്ങനെയാണ് അതിന് സമാധാനം പറയുക എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തതെന്തെന്നറിയോ? എന്നാൽ വേണ്ട, എൻ്റെ മകൻ ആ വസ്ത്രം ധരിച്ചോട്ടെ, എൻ്റെ മകൻ ആ വസ്ത്രത്തിൽ ജീവിച്ചോട്ടെ. ഉമറിന്റെ പൊന്നുമോന് നല്ല വസ്ത്രം ധരിക്കാൻ ഭാഗ്യമില്ലാതിനുള്ള അവസ്ഥയില്ലെന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശം വസ്ത്രം ധരിച്ചു ജീവിക്കണം എന്നതിനർത്ഥമില്ല. മറിച്ച് അതിന് അവസ്ഥ വന്നാൽ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവിടെ കരയേണ്ട സാഹചര്യമില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി സഹിക്കണമെന്നാണ്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണമെന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തൊക്കെ ത്യാഗം റബ്ബിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രമാത്രം ത്യാഗങ്ങളൊന്നും സഹിച്ചിട്ടില്ല, അത്രയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച ജീവിതത്തിൻ്റെ ഒരു സന്തോഷ നിമിഷം ആലോചിച്ച് നോക്ക്.
മദീനയുടെ മരണം ജീവിതത്തിൽ അത്രമേൽ അടിച്ചു പൊളിച്ച് ആനന്ദദായകമായി ജീവിച്ചവരാണ്. ഒക്കെ നഷ്ടപ്പെടുത്താണ്, ഒക്കെ വലിച്ചെറിയാണ്. ബഹുമാനപ്പെട്ട ജാബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ജാബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത് ചോദിച്ചത് മദ്ദുനിയ, ദുനിയാവ് എന്തെന്ന് നബിയെ അങ്ങക്കറിയുമോ എന്നാണ്. ദുനിയാവ് എന്ത് എന്ന് അങ്ങക്കറിയുമോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ദുനിയാവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഒരഭിപ്രായത്തിൽ ജാബർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്ത് റസൂൽ തന്നെ ദുനിയാവ് എന്തെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടും നഗരവും കൊട്ടാരവും പടവും പ്രതാപവും സ്ഥാനമാ ഒക്കെയാണ്. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ചോദ്യത്തിന് തന്നെ മറുപടി കൊടുത്തത് കഹുൽ മിൻ നാഇമീ, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നമാണ്, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നമാണ്. നമ്മളൊക്കെ ചെറുതിലെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചവരാണ് പലരും, അല്ലേ? ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചെറുതിലെ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ. വലുതാകുമ്പോൾ ഒഴിക്കണമെങ്കിൽ സർജറി എന്തെങ്കിലുമൊക്കെ വേണം, നല്ല ഡോക്ടറെ കാണിക്കണം. ചെറുതിലെ അങ്ങനെ ഒഴിക്കും. മന്നാനെ ഒഴിച്ചിട്ടില്ലേ? മന്നായി പോയാ? സബീകമനെ പോയാ? മൂത്രമൊഴിക്കാൻ പോയതാ? അപ്പോൾ അത് നമ്മൾ ഉറക്കത്തിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് മൂത്രമൊഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും. അപ്പോഴായി സാധനം നടക്കുന്നത്. അപ്പം നമ്മൾ അതുമാത്രമല്ലാതെ ബാക്കി ഒന്നും സ്വപ്നത്തിൽ യാഥാർത്ഥ്യമാവില്ല. ആകെ യാഥാർത്ഥ്യമാവുന്നത് മൂത്രമൊഴിപ്പ് മാത്രമാണ്. അത് രാവിലെ എണീക്കുമ്പോൾ പുതപ്പ് നനഞ്ഞിട്ടുണ്ടാവും. ബാക്കി കയ്യിൽ പൈസ കിട്ടിയതും കാണൂല, നിധി കിട്ടിയതും കാണൂല, മൊബൈൽ കിട്ടിയതും കാണൂല, പെണ്ണ് കിട്ടിയതും കാണൂല, ഒന്നും കാണൂല. മൂത്രം മാത്രം ഈ വിരിപ്പിൽ കാണും. അത് അങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം. സ്വപ്നം പോലെയാണ് ദുനിയാവ്. ഇത് യറാഫി മനാമിഹിമായ സുറുവമായ ക്രഹു ഫബൈനമാഹുവ കദാലിക ഇന്ദബഹ. സന്തോഷം ഉണ്ടാകുന്നത്, സങ്കടം ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നു, പക്ഷേ പെട്ടെന്നത് അവസാനിക്കും. അതാണ് ദുനിയാവ്. എത്ര വ്യക്തമായ മറുപടി. ദുനിയാവ് അത്രേ ഉള്ളൂ. നമുക്ക് മുമ്പേ മരണപ്പെട്ടു ഒരു സംഘമില്ലേ, അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവരുടേതാണ് ലോകമെന്ന് അവർ ചിന്തിച്ചു. നമ്മുടെ ഉമ്മ, വാപ്പാടെ വാപ്പ, വാപ്പാടെ ഉമ്മ, അവരെന്ന് ചിന്തിച്ചില്ല മരിക്കുമെന്ന്. അവർ വീട് വെക്കണം, അന്നത്തെ കഷ്ടപ്പാട്, ചക്ക മാങ്ങ അതൊക്കെ ഉണ്ടാക്കി കുറേ കാലം അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചു. അവർ മരിച്ചു, അവരുടെ മക്കൾ ജീവിച്ചു. അവരെ മക്കളാണ് നമ്മുടെ ഉമ്മയും വാപ്പയും. അവർ 90% ഇപ്പം മരിച്ചു. ഇനി നമ്മളാണ്. നമ്മുടെ ചിന്ത എന്താ? നമ്മൾ മരിക്കൂല, നമുക്ക് അവിടെ കാക്ക് കടമുണ്ട്, കാക്ക് ചിട്ടിയുണ്ട്, സ്വർണ്ണം ലോക്കറി ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കേ ഉള്ളൂ. മയ്യത്ത് പൊതിയുമ്പോൾ ലോക്കറിയും സ്വർണ്ണമൊന്നും എടുക്കൂല, അതവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇതുണ്ട്, ബിസിനസ് പുതിയതുണ്ട്, മറ്റതുണ്ട്, അതുകൊണ്ട് നമ്മളാണ് ദുനിയാവെന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമ്മൾ മരിച്ച് നമ്മുടെ മക്കളിലേക്ക് അതെത്തും. അപ്പോൾ നമ്മളെ മക്കൾ എന്താ വിചാരിക്കുക? അല്ലാ, നമ്മൾ മരിക്കൂല, ഉമ്മ എന്തോ അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ്, വാപ്പ നോക്കിയില്ല, അങ്ങനെ മരിച്ചു പോയതാണ്. വാപ്പ പെട്ടെന്ന് വണ്ടി ശ്രദ്ധിക്കാതെ ഓടിച്ചതുകൊണ്ട് ഹൈവേയിൽ വെച്ച് വണ്ടി ഇടിച്ച് മരിച്ച്, അല്ലെങ്കിൽ മരിക്കൂലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കുക. എത്ര പ്രഭാഷകന്മാരുണ്ടായിരുന്നു. വലിത്തറ ഉസ്താദ് ആലപ്പുഴയിൽ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. വലിത്തറ ഉസ്താദിനെ മരണപ്പെട്ടു പോയി. എത്ര മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരൊന്നും മരിക്കൂല എന്ന് അവർ വിചാരിച്ചോ? ഇല്ല. ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വരും, അടുത്ത തലമുറ വരും. ഇനി നമുക്ക് ശേഷം ഒരാൾ വരാൻ കട്ട വെയിറ്റിംഗ് ആണ്.